സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ ഈ ട്രേയിലാണ് വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ ഒക്കെ ആവുന്നത്. അപ്പോൾ ഈ ട്രേ ഒക്കെ എടുത്ത് കളയാനൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ ഇത് ഇപ്പോൾ വരുന്നത് സ്ക്രൂ ടൈപ്പ് ട്രേയുമാണ്. ഇതിൽ നിന്ന് വെള്ളം എടുത്ത് കളയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു 50 രൂപ ചിലവിൽ വരുന്ന ഒരു എളുപ്പവിദ്യ നമുക്ക് ചെയ്യാം. ഒരു ഗാർഡൻ ഹോസിൻ്റെ 1 മീറ്ററോളം ഒരു കഷ്ണം ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഹോസ് മേടിക്കുക. അതിൻ്റെ അറ്റത്ത് ഒരു വയറിങ്ങിന് ഉപയോഗിക്കുന്ന എൽബോ, ചെറിയ എൽബോ ഉണ്ട്. 16 mm 19 mm ആയിരിക്കും ഇതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. നിൽക്കുന്ന 16 mm മതിയാവും. അത് അരിഞ്ഞെടുത്തിട്ട് ആ ഓസിൻ്റെ അറ്റത്ത് MC വെച്ചിട്ട് ഒട്ടിച്ച് വെച്ച് ഉണക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ആ എൽബോ ഇതിൻ്റെ ഡ്രെയിനേജ് വാട്ടർ വരുന്ന പൈപ്പിൻ്റെ അറ്റത്തേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിക്കുക. എന്നിട്ട് ഓസ് ഇങ്ങനെ എടുത്ത് അത് നമ്മുടെ ഒരു വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെപ്പിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുക. ഒരു ആണി അടിച്ച് ആ ഓസിനെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലേക്ക് ആ പൈപ്പ് വെച്ച് കൊടുക്കുക. അപ്പം ഇതിലേക്ക് വെള്ളം വന്നോളും. ആ ട്രേയിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും പോയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വെള്ളം നിറയുമ്പോൾ ഈ ജാർ എടുത്ത് പുറത്തേക്ക് കളഞ്ഞാൽ മതി. ഇതാണ് എളുപ്പവിധി. ഇതിനൊരു 50 രൂപയോളം ചിലവ് വരുന്നുള്ളൂ അല്ലേ. ഇങ്ങനെയാണ് ഗാർഡൻ ഹോസ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം മേടിച്ച് 1 മീറ്റർ കണക്ഷൻ മേടിച്ച് നമുക്ക് ഇതുപോലുള്ള ഒരു PVC എൽബോമേൽ ഇത് MC-ലിൻ്റെ ഇത് വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. MC-ൽ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഹോളുള്ളിൽ അടഞ്ഞപ്പോൾ വേണ്ട സൈഡിൽ മാത്രം തേച്ച് കൊടുത്ത് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ലീക്കൊന്നും ഇല്ലാണ്ട് ഒട്ടിക്കുക. അതിന് ശേഷം ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം. എന്നിട്ട് ഉണങ്ങി സെറ്റായതിന് ശേഷം മാത്രമാണ് ഈ എൽബോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാക്കിലെ ട്രേയിൽ വരുന്ന വേസ്റ്റ് വാട്ടർ വരുന്ന പൈപ്പിൻ്റെ അറ്റത്തേക്ക് പ്രസ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്.